നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് കപ്പാസിറ്റൻസ്, വോൾട്ടേജ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ മോസ് അത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ എനർജി ബാൻഡ് ഡയഗ്രാം പഠിച്ചു. എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ഐഡിയൽ മോസ് കപ്പാസിറ്റർ അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ, then accumulation, depletion and inversion. അപ്പോൾ നമുക്കൊരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ആ ഒരു എൻ ചാനൽ മോസ്ഫെറ്റിനകത്ത് നമ്മൾ ചാനൽ ഫോം ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻവേർഷൻ സമയത്താണ്. അപ്പോൾ ഇൻവേർഷൻ സമയത്താണ് ഒരു മോസ്ഫെറ്റിനകത്ത് ചാനൽ ഫോം ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ചാനൽ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇൻവേർഷന് വേണ്ടുന്ന കണ്ടീഷൻ അതെന്താണെന്ന് നോക്കാം. നമ്മളിത് ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. സോ നമുക്ക് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ. സോ നമുക്ക് ആ ഒരു ഇൻവേർഷൻ്റെ ബാൻഡ് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. സോ ദിസ് ഈസ് EF, then this is EV, and EI, this is EI, and EC. So this is EC. സോ ഇത് നമ്മൾ ഇൻവേർഷൻ സമയത്ത് നമ്മൾ കണ്ട ബാൻഡ് ഡയഗ്രാം ആണ്. സോ ഇൻവേർഷൻ സമയത്ത് ഈ EI മൈനസ് EF, അപ്പോൾ ഇതിന് ഞാൻ Q5F എന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. Q5F ആ എനർജി ഗ്യാപ്പിന് അല്ലെങ്കിൽ എനർജി ഡിഫറൻസിനെ EI മൈനസ് EF എന്നുള്ളത് നമ്മൾ Q5F എന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ദെൻ സോ ഇവിടെ ഓക്സൈഡ്, ഇത് സെമി കണ്ടക്ടറിൻ്റെ ആ ബാൻഡ് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ, ഫുൾ ബാൻഡ് ഡയഗ്രാം വരച്ചിട്ടില്ല. സോ നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദിസ് ഡിസ്റ്റൻസ്, ദിസ് എനർജി ഡിഫറൻസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ Q5S. സോ ഇവിടെ നമ്മൾ ചാനൽ ഫോം ചെയ്തു എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത് ഓക്സൈഡ് ആണ്. സോ ഈ ഓക്സൈഡ് ഇൻ്റർഫേസിൽ വരുമ്പോൾ നമ്മുടെ EI എന്ന് പറയുന്നത് EFന് അല്ലെ ബിലോ വരും. അപ്പോൾ EF ഇവിടെ EIക്ക് മുകളിലാണ്, അല്ലെങ്കിൽ EF ഗ്രേറ്റർ ദാൻ EI. ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമുക്കത് ഇവിടെ N ചാനൽ ഫോം ചെയ്തതെന്ന് നമുക്കറിയാവുന്നത് അല്ലെ. ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് എപ്പോഴും EF EI കാട്ടിൽ മുകളിലായിരിക്കും. സോ ഇവിടെ നമുക്ക് ആ ഒരു ഇൻവേർഷൻ നടന്നു എന്ന് നമുക്കിവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ബാൻഡ് ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ EIയുടെ ലൊക്കേഷൻ നോക്കിയാണ്. EI ഈസ് ബിലോ EF. സോ വിച്ച് മീൻസ് ഇവിടെ ഒരു ചാനൽ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു P ചാനൽ, ഒരു N ചാനൽ ഫോം ചെയ്തിട്ടുണ്ട് ഈ ജംഗ്ഷനിൽ. സോ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവും ഇവിടെ N ചാനൽ ഫോം ചെയ്തിട്ടുണ്ട് ഒരു P സെമി കണ്ടക്ടറിനകത്ത്. സോ അതാണ് നമ്മളെ N ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. സോ നമുക്ക് വേണ്ടുന്നത് വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ. സോ നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന എനർജി ഡിഫറൻസ് Q5S, ഇതാണ് സെമി കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ. സോ കണ്ടീഷൻ ഇതാണ്, Φs ഈസ് ഈക്വൽ ടു 2 times Φf. ഇതാണ് സ്ട്രോങ് ഇൻവേർഷന് വേണ്ടുന്ന കണ്ടീഷൻ. ദ സെമി കണ്ടക്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 2 times Φf. Φf ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ EI ആൻഡ് EF. സോ ഈ ഒരു കണ്ടീഷൻ, ഇതൊരു N ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിന്റെ കേസിൽ Φs ഈസ് ഈക്വൽ ടു 2 Φf, വെയർ Φf ഈസ് EI മൈനസ് EF. EI മൈനസ് EF ഈസ് Q5F. Q5S Q വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. Q5S ഈസ് ഈക്വൽ ടു 2Q5F. So Q means Q5S means the value, the potential is measured in electron volt. So നമുക്ക് കണ്ടീഷൻ കിട്ടി. ഇതാണ് കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ. നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് Φf? സോ നമുക്ക് ഇതൊരു P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെന്ന് അറിയാം. നമ്മുടെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു P സബ്സ്ട്രേറ്റ് ആണ്. സോ നമുക്ക് P സബ്സ്ട്രേറ്റിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. P ഈസ് ഈക്വൽ ടു Ni ഇൻറ്റു E raised to EI minus EF by KT. So if the doping concentration of P-type semiconductor is Na, so if the doping is very much greater than the intrinsic carrier concentration, we can approximate P by Na. സോ പിക്ക് വരെ നമുക്ക് എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
നമ്മളത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ പി ഞാൻ എൻ ഐ വെച്ച് റീപ്ലേസ് ചെയ്തു. സോ എൻ ഐ ഇൻറ്റു ഇ റേസ് ടു ഇ ഐ മൈനസ് ഇ എഫ് ബൈ കെ ടി. സോ ഈ ഇ ഐ മൈനസ് ഇ എഫിനാണ് നമ്മൾ ശരിക്കും Q5F എന്ന് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ആ ഇ ഐ മൈനസ് ഇ എഫിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇ റേസ് ടു ഇ ഐ മൈനസ് ഇ എഫ് ബൈ കെ ടി ഈക്വൽ ടു എൻ എ ബൈ എൻ ഐ, or we can write EI minus EF by KT equal to natural logarithm of NA by NI, which means EI minus EF equal to KT natural logarithm of NA by NI. സോ ഇ ഐ മൈനസ് ഇ എഫിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. ഇ ഐ മൈനസ് ഇ എഫിൻ്റെ വാല്യൂ KT(ln(NA)/NA) ആണ്. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈഎസിൻ്റെ വാല്യൂ ഇതാണ് നമ്മുടെ Q5F എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ 5F എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് KT(ln(NA)/NI. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 5Sൻ്റെ ഇക്വേഷൻ കിട്ടും. 5S is equal to 2. ആക്ച്വലി ദിസ് 5F is 5F എന്ന് പറയുന്നത് ഇ ഐ മൈനസ് ഇ എഫ് അല്ല, 5Fന് Q5F ആണ് ഇ ഐ മൈനസ് ഇ എഫ്. അപ്പോൾ 5Fന് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 5F എന്ന് പറയുന്നത് ഇ ഐ മൈനസ് ഇ എഫ് ബൈ ക്യൂ ആണ്. സോ ഇവിടെ നമ്മുടെ എക്സ്പ്രഷൻ എന്ത് വരും? 2 ഇൻറ്റു കെ ടി ബൈ ക്യൂ ln NA ബൈ NI. സോ 5S കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ്റെ ഫോർമുല 5S is equal to 2/5F where 5F is KT by Q ln NA by NI. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ. ആ Q5Sൻ്റെ വാല്യൂ ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഈ ഒരു ഇ ഐയുടെ ലൊക്കേഷൻ ഇ എഫിന് ബിലോ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഇൻവേർഷൻ ഒക്കർ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഐഡിയൽ മോസ് കപ്പാസിറ്റർ ആണ്. സോ അതിൻ്റെ കപ്പാസിറ്റൻസ് വോൾട്ടേജ് CVG, കപ്പാസിറ്റൻസ് മോസ് കപ്പാസിറ്റൻസ് വേഴ്സസ് ഗേറ്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ മോസ് കപ്പാസിറ്റർ. സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. സോ നമുക്ക് ആ കപ്പാസിറ്റൻസിൻ്റെ ഒരു നെറ്റ് കപ്പാസിറ്റൻസ് ഓഫ് ഐഡിയൽ മോസ് കപ്പാസിറ്റർ നമുക്കത് പ്രൂവ് ചെയ്യണം. ഒരു ഐഡിയൽ മോസിനകത്തുള്ള നെറ്റ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്കറിയാം ഇതാണ് നമ്മുടെ മോസ് സ്ട്രക്ചർ. സോ വൺ ലെയർ ഈസ് മെറ്റൽ and the second layer is thin oxide layer and the next layer is semiconductor. നമുക്ക് അസ്യൂം ചെയ്യാം നമ്മുടെ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഒരു എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണ്. നമ്മൾ ബാൻഡ് ഡയഗ്രം വരച്ചതെല്ലാം എൻ ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ മെറ്റലിലാണ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്നത്. സോ നമ്മൾ മെറ്റൽ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഇവിടെ ഒരു ചാനൽ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻവേർഷൻ സമയത്താണ് ചാനൽ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് ഒരു ത്രെഷോൾഡ് വാല്യൂ എത്തുമ്പോഴാണ് ഇവിടെ ചാനൽ ഫോം ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു മോസ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് മെറ്റലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഓക്സൈഡിലുണ്ടാവുന്ന ഡ്രോപ്പ് പ്ലസ് സെമി കണ്ടക്ടറിലുണ്ടാവുന്ന ഡ്രോപ്പ്, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാൻ വേണ്ടിയാണ് മോസ് M = O+S. ആ രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. സോ the applied voltage means നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് മെറ്റലിലാണ്. സോ the gate voltage is equal to the voltage drop across oxide layer plus the voltage across the semiconductor. നമ്മൾ അതിനെ VS എന്നല്ല, നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യലി നമ്മൾ 5S ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ the voltage M is equal to O+S. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ്. VG is equal to the applied voltage VG is equal to V oxide plus 5S. സോ ഈ 5S നമുക്കറിയാം Q എന്താണ്? Q is equal to CV, ചാർജ് is equal to capacitance into voltage, അല്ലെങ്കിൽ V is equal to Q by C.
സോ ഞാൻ ഈ വി ഓക്സൈഡിന് പകരം എനിക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? വി ഓക്സൈഡ് ഈസ് ഈക്വൽ ടു ശരിക്കും ക്യൂ ഓക്സൈഡ് ബൈ സി ഓക്സൈഡ് എന്നാണ് വരേണ്ടത്. പക്ഷെ നമുക്കറിയാം ഒരു ഐഡിയൽ മോസ് കപ്പാസിറ്ററിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ഓക്സൈഡാണ്. അവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചാർജസ് ഒന്നും ഇല്ല. അത് നമ്മൾ ഐഡിയൽ കേസിൽ അത് കൺസിഡർ ചെയ്യാൻ ചെയ്തില്ല. റിയൽ മോസ്ഫെറ്റിൻ്റെ കേസിലാണ് ഓക്സൈഡിൽ വരുന്ന ചാർജസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഓക്സൈഡ് ഇൻ്റർഫേസിലുണ്ടാകുന്ന ചാർജസ്, ദെൻ മെറ്റാലിക് ചാർജസ്, അതൊക്കെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ റിയൽ മോസിനകത്താണ്. ഐഡിയൽ മോസിനകത്താണ് ഓക്സൈഡ് ലെയറിൽ അതൊരു പെർഫെക്റ്റ് ഓക്സൈഡ് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ പക്ഷേ ഇവിടെ നമ്മൾ വി ഓക്സൈഡിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ ക്യൂ ഓക്സൈഡ് 0 എന്ന് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഈ സെമി കണ്ടക്ടർ ഓക്സൈഡ് ഇൻ്റർഫേസിൽ ശരിക്കും ഒരു ചാർജ് ഷെയർ ചെയ്ത് നിൽക്കുകയാണ്. സെമി കണ്ടക്ടറിലും ഓക്സൈഡിലുമായിട്ടുള്ള ചാർജ്, ഓക്സൈഡ് സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ചാർജ് ഓക്സൈഡിൽ ചാർജ് അല്ലെങ്കിൽ ഓക്സൈഡുമായിട്ട് ഷെയർ ചെയ്ത് നിൽക്കുകയാണ്. സോ നമുക്ക് ഇവിടെ വി ഓക്സൈഡ് ഈക്വൽ ടു ക്യൂ ഓക്സൈഡ് ബൈ സി ഓക്സൈഡിന് പകരം ക്യൂ എസ് ബൈ സി ഓക്സൈഡ് എന്ന് എഴുതാം. ക്യൂ എസ് മീൻസ് ദ സെമി കണ്ടക്ടർ ചാർജ്. അത് ആ ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ചാർജസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ക്യൂ ഓക്സൈഡിന് പകരം ആ ചാർജ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വി ഓക്സൈഡിന്റെ എക്സ്പ്രഷൻ എഴുതാം. ഈ ക്യൂ എസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. ക്യൂ എസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. കാരണം നമ്മളിവിടെ ഗേറ്റിൽ കൊടുക്കുന്നത് എന്താണ്? നമ്മൾ എൻ ചാനൽ ഫോം ചെയ്യാൻ ഗേറ്റിൽ കൊടുക്കുന്നത് പ്ലസ് പൊട്ടൻഷ്യലാണ്. സോ പ്ലസ് പൊട്ടൻഷ്യൽ ഫോം ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തിട്ടുണ്ട്. ഡിപ്ലീഷൻ റീജിയൻ മീൻസ് റീജിയൻ ഓഫ് ഇമ്മൊബൈൽ അയോൺസ്, നെഗറ്റീവ് അയോൺസ്, അക്സെപ്റ്റർ അയോൺസ് വെച്ചിട്ടുള്ള, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഒരു അക്സെപ്റ്റർ അയോൺസ് ഉള്ള ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ദെൻ അതിന് മുകളിലാണ് അല്ലെങ്കിൽ ഓക്സൈഡിന് സെമി കണ്ടക്ടർ ഇന്റർഫേസിലാണ് നമ്മുടെ ഇലക്ട്രോണിന്റെ എൻ ചാനൽ ഫോം ചെയ്യുന്നത് ഇൻവേർഷൻ സമയത്ത്. സോ ഇവിടെ ഒരു എൻ ചാനൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇവിടുത്തെ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഈ ഡിപ്ലീഷൻ ചാർജ്, നെഗറ്റീവ് ഡിപ്ലീഷൻ ചാർജ് പ്ലസ് ഇലക്ട്രോണിന്റെ ചാർജ്. സോ അത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ് ഇവിടുത്തെ സെമി കണ്ടക്ടർ സർഫേസിലുള്ള ചാർജ് എന്ന് പറയുന്നത്. അതൊരു നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അവിടെ ഉണ്ടാകുന്ന ഡിപ്ലീഷനിലുള്ള അക്സെപ്റ്റർ അയോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മൈനസ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ മൈനസ് ക്യൂ എസ് ബൈ സി ഓക്സൈഡ് ആണ് നമ്മുടെ വി ഓക്സൈഡിന്റെ വാല്യൂ. സോ ഞാനിവിടെ എഴുതും മൈനസ് ക്യൂ എസ് ബൈ സി ഓക്സൈഡ് പ്ലസ് 5s. ഇതാണ് നമുക്ക് പി ജിയുടെ എക്സ്പ്രഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ ഇവിടെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു വി ജി. സോ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ജി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു വി ജി. ഇത് 1 ആവും. ദെൻ മൈനസ് 1 ബൈ സി ഓക്സൈഡ്, ഓക്സൈഡ് കപ്പാസിറ്റൻസ് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ മൈനസ് 1 ബൈ സി ഓക്സൈഡ് കോൺസ്റ്റന്റ് ആക്കി രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ടേം ഡി ക്യു എസ് ബൈ ഡി വി ജി. ക്യു എസിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വി ജി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്ലസ് അടുത്ത ടേം എന്താണ്? ഡി 5s ബൈ ഡി വി ജി ആണ്. ആ ഡി 5s ബൈ ഡി വി ജിയെ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഡി 5s ബൈ ഡി ക്യു എസ് ഇൻറ്റു ഡി ക്യു എസ് ബൈ ഡി വി ജി. സോ ഡി 5s ബൈ ഡി വി ജിയെ നമ്മൾ എഴുതിയിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ക്യു എസിൻ്റെ ടേംസിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡി 5s ബൈ ഡി ക്യു എസ് ഇൻറ്റു ഡി ക്യു എസ് ബൈ ഡി വി ജി. നെറ്റ് വാല്യൂ ഡി 5s ബൈ ഡി വി ജി അതിന് ഇക്വലൻ്റ് ആണ് നമ്മളിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറി. ഇനി നമുക്ക് ഈ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ഡി ക്യു എസ് ബൈ ഡി വി ജി ടേം ഉണ്ട്. ഇവിടെ ഒരു ഡി 5s ബൈ ഡി ക്യു എസ് ഉണ്ട്. ഇവിടെ ഒരു ഡി ക്യു എസ് ബൈ ഇൻറ്റു ഡി വി ജി. അപ്പോൾ ഇത്രയും ടേംസിന് നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ടേംസിൽ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമുക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു സി വി ആണ്. ക്യൂ ബൈ വി എന്തായിരിക്കും? ക്യൂ ബൈ വി മീൻസ് that is equal to C. So this is actually a capacitance value. So 1 is equal to minus 1 by C oxide into ഇത് നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് ആയിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഡി ക്യു എസ് ബൈ ഡി വി ജി. കാരണം നമ്മൾ മെറ്റലിൽ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്, മെറ്റലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ്. സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ മെറ്റലിൽ ഒരു ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ, ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് സെമി കണ്ടക്ടറിൽ ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ചാനൽ ഫോം ചെയ്യുന്നത്.
സോ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഗേറ്റ് വോൾട്ടേജും നമ്മുടെ എന്താണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ചാനലുമാണ് അല്ലേ. സോ അല്ലെങ്കിൽ അവിടെ ചാനൽ ഉണ്ടാകുന്ന ചാർജുമാണ്. സോ ഇതിനെ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്ന വോൾട്ടേജ് വി ജി ആണ്, ജനറേറ്റ് ചെയ്ത ചാർജസ് ക്യു എസും ആണ്. സോ എനിക്ക് ക്യൂ ബൈ വി ഫോമിൽ ഡി ക്യു എസ് ബൈ ഡി വി ജി മൈനസ് കൺസിഡർ ചെയ്യാം, കാരണം ക്യു എസ് നെഗറ്റീവ് ചാർജ് ആണെന്ന് നേരത്തെ പറഞ്ഞു. സോ ഇവിടെ മൈനസ് ഡി ക്യു എസ് ബൈ ഡി വി ജി ആയിരിക്കും നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റൻസ്. ഐഡിയൽ മോസിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസിനെ നമുക്ക് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. സോ ഇവിടെ ഡി ക്യു എസ് ബൈ ഡി വി ജിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് നെക്സ്റ്റ് ഡി ഫൈ എസ് ബൈ ഡി ക്യു എസ്. ഫൈ എന്ന് പറയുന്നതും പൊട്ടൻഷ്യലാണ്, വിക്ക് ഇക്വലൻ്റ് ആണ്. സോ ഇത് സെമി കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ, ഇത് സെമി കണ്ടക്ടറിൻ്റെ ചാർജ്. സോ ഇത് ഫുള്ള് സെമി കണ്ടക്ടർ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഡി ഫൈ എസ് മീൻസ് സെമി കണ്ടക്ടർ വർക്ക് ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ പൊട്ടൻഷ്യൽ. ക്യു എസ് മീൻസ് ദ ചാർജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെമി കണ്ടക്ടർ ഓൺ ദ സർഫസ് ഓഫ് ദ സെമി കണ്ടക്ടർ. സോ ഡി ഫൈ എസ് ബൈ ഡി ക്യു എസിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ദാറ്റ് ഈസ് വി ബൈ ക്യു. വി ബൈ ക്യു നമ്മുടെ ഇക്വേഷൻ ക്യു ഈസ് ഈക്വൽ ടു സി വി വെച്ചിട്ട് ക്യു ഈസ് ഈക്വൽ ടു സി വി വെച്ചിട്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വി ബൈ ക്യു? വി ബൈ ക്യു ഈസ് 1 by c. സെമി കണ്ടക്ടർ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ സെമി കണ്ടക്ടർ ചാർജ്. അപ്പോൾ അത് സെമി കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് ആണ്, 1 by CS ഇക്വലൻ്റ് ആണ്. സോ നമുക്ക് ഈ ഒരു ടേമിന് പകരം നമുക്ക് 1 by CS എന്ന് കൊടുക്കാം. ഞാനിവിടെ -1 by CS എന്നാണ് കൊടുക്കുന്നത്, കാരണം ഇവിടെ ക്യു എസിൻ്റെ കൂടെ നെഗറ്റീവ് കൺസിഡർ ചെയ്തിട്ടില്ല. സോ ക്യു എസിൻ്റെ കൂടെ എപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂ, ക്യു എസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ മൈനസും കൂടെ കൺസിഡർ ചെയ്തിട്ട് -1 by CS എന്ന് എഴുതാം, കാരണം ഇത് ഫുള്ള് സെമി കണ്ടക്ടറിൻ്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് സെമി കണ്ടക്ടർ കപ്പാസിറ്റൻസ് -1 by CS. ഡി ക്യു എസ് ബൈ ഡി വി ജി ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തു, ദാറ്റ് ഈസ് -c. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. സോ ഈ മൈനസ് പ്ലസ് ദിസ് മൈനസ് പ്ലസ്. സോ ഓൾ വാല്യൂ പോസിറ്റീവ് ആവും. സി രണ്ടിടത്തും കോമൺ ആണ്. സോ ആ സിയെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം. ദാറ്റ് വിൽ ബിക്കം 1 by c. സോ 1 by c ഈസ് ഈക്വൽ ടു 1 by c ഓക്സൈഡ് പ്ലസ് 1 by c. സോ ഇങ്ങനൊരു ഫോർമുല എനിക്ക് കിട്ടും. നമ്മളിത് രണ്ട് കപ്പാസിറ്റേഴ്സ് C1 and C2 connected in series. C1 and C2 connected in series. നെറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1 by C1 പ്ലസ് 1 by C2 ആണ്. അപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിട്ടാണ് എനിക്ക് നെറ്റ് കപ്പാസിറ്റൻസ് കിട്ടിയേക്കുന്നത്. സോ നമുക്ക് നെറ്റ് കപ്പാസിറ്റൻസ്, അപ്പം ഐഡിയൽ മോസിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് ടു ദ കപ്പാസിറ്റൻസ് ഡ്യൂ ടു ഓക്സൈഡ് പ്ലസ് കപ്പാസിറ്റൻസ് ടു സെമി കണ്ടക്ടർ കണക്റ്റഡ് ഇൻ സീരീസ്. സെമി കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസും ഓക്സൈഡിൻ്റെ കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇക്വലൻ്റ് ആണ് മോസിൻ്റെ ഓവറോൾ കപ്പാസിറ്റൻസ്. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. രണ്ട് കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു ഫോമുല നമുക്ക് കിട്ടിയേക്കുന്നത്. സോ നമുക്കിനി ക്യാര എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. CVG ക്യാരക്ടറിസ്റ്റിക്സ്. സോ നമ്മുടെ ഫോമിൽ ഇവിടെ ഒന്ന് എഴുതാം. 1 by C ഈസ് ഈക്വൽ ടു 1 by C ഓക്സൈഡ് പ്ലസ് 1 by CS. സോ ഇതാണ് നമുക്ക് നെറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഫോമുല. ഹിയർ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം, അക്യൂമുലേഷൻ. നമുക്ക് CVG ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അക്യൂമുലേഷൻ കേസ്. അക്യൂമുലേഷൻ കേസ് മീൻസ് VG ലെസ് ദാൻ 0. VG ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. VG ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ മെറ്റൽ, ഓക്സൈഡ്, സെമി കണ്ടക്ടർ. സോ ഗേറ്റ് വോൾട്ടേജ് നെഗറ്റീവ് അല്ലെങ്കിൽ ലെസ് ദാൻ 0 വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മോസ് സ്ട്രക്ചറിൻ്റെ സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ചാർജസ് എന്ന് പറയുന്നത് പ്ലസ് ചാർജ് ആയിരിക്കും. ദിസ് പ്ലസ് ചാർജ് ഈസ് ഡ്യൂ ടു ദ അക്യൂമുലേഷൻ ഓഫ് ഹോൾസ്. പിയിലുള്ള ഹോൾസിനെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പ്ലസ് ചാർജ് ആണ് ഇവിടെ നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ സർഫസിലുണ്ടാകുന്നത്.
സോ ഇവിടെ നടക്കുന്നത് എന്താണ്, ഓൾറെഡി പഠിച്ചതാണ്. ഡ്യൂറിങ് അക്യൂമുലേഷൻ നമ്മൾ എൻ ചാനൽ മോസ്ഫെറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഹോൾസിനെ അക്യൂമുലേറ്റ് ചെയ്യും ഓൺ ദ സർഫസ് ഓഫ് സെമി കണ്ടക്ടർ. സോ ഇവിടെ നടക്കുന്നത് ഹോൾ അക്യൂമുലേഷൻ ആണ്. അക്യൂമുലേഷൻ, ഹോൾ അക്യൂമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടുത്തെ പോസിറ്റീവ് ചാർജസ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹോൾ അക്യൂമുലേഷൻ കൂടുന്നതനുസരിച്ച് ദ വാല്യൂ ഓഫ് ക്യു എസ് ഈസ് ഇൻക്രീസിങ്, അല്ലെ, ദ ടോട്ടൽ ചാർജ് ഓൺ ദ സെമി കണ്ടക്ടർ ഈസ് ഇൻക്രീസിങ്. ക്യു എസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസും കൂടും. കാരണം ക്യു ഈസ് പ്രൊപ്പോർഷണൽ ടു സി. ക്യു ഈസ് ഈക്വൽ ടു സി വി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്യു എസ് കൂടുന്നതനുസരിച്ച് സി എസ് കൂടും. സോ നമ്മുടെ നെറ്റ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ വെച്ചിട്ട് 1/C ഈസ് ഈക്വൽ ടു 1/C ഓക്സൈഡ് പ്ലസ് 1/CS. സി എസ് വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ 1/CS ടേം നെഗ്ലിജിബിൾ ആവുകയാണ്, അത് കുറയുവാണ്. സോ നമുക്ക് ഈ 1/CS എന്നുള്ളൊരു ടേം നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഡ്യൂറിങ് അക്യൂമുലേഷൻ ഹോൾ അക്യൂമുലേഷൻ ഈസ് ഒക്കറിങ് അറ്റ് ദ സെമി കണ്ടക്ടർ സർഫസ്, അല്ല. ഡ്യൂ ടു ഹോൾ അക്യൂമുലേഷൻ നമുക്ക് പറയാം ദ വാല്യൂ ഓഫ് ക്യു എസ് ഈസ് ഇൻക്രീസിങ്, which means CS is increasing. CS increasing means 1/CS, that is negligible. നമുക്ക് 1/C is equal to 1/C oxide എന്ന് എഴുതാം, കാരണം 1/CS നെഗ്ലക്റ്റ് ചെയ്യാം. then C is equivalent to C oxide. അപ്പോൾ അക്യൂമുലേഷൻ സമയത്ത് നമുക്ക് ഐഡിയൽ മോസ് കപ്പാസിറ്ററിൻ്റെ നെറ്റ് കപ്പാസിറ്റൻസ് ഓക്സൈഡ് കപ്പാസിറ്റൻസിന് ഇക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാം. സോ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് കൂടെ പ്ലോട്ട് ചെയ്ത് പോവാം. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് വി ജി ഇസ് 0. സോ വി ജി നെഗറ്റീവ് ആവുന്ന സൈഡിൽ നമ്മുടെ നെറ്റ് കപ്പാസിറ്റൻസ്, ഐഡിയൽ മോസ് നെറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്? ഓക്സൈഡ്, അല്ലേ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ദാറ്റ് ഈസ് ഓക്സൈഡ് കപ്പാസിറ്റൻസ്. സോ എനിക്ക് ഇത്രയും ഓക്സൈഡ് കപ്പാസിറ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. ദെൻ ഇത് അടുത്ത എന്താണ്, നമ്മൾ വി ജി കുറേ പോസിറ്റീവ് ആക്കുന്നു, സ്മോൾ പോസിറ്റീവ് ആക്കുന്നു, ദെൻ ലാർജ് പോസിറ്റീവിലേക്ക് പോകുന്നു. ആ കേസാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് കേസ് ഈസ്, ക്യാര കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. അടുത്ത കേസ് എന്ന് പറയുന്നത് ഡിപ്ലീഷൻ. അപ്പോൾ ഡിപ്ലീഷൻ കേസ് മീൻസ് വി ജി സ്മോൾ പോസിറ്റീവ്, അല്ലെങ്കിൽ ആ നെഗറ്റീവ് വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് സ്ലോലി പോസിറ്റീവിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോഴാണ് നമുക്ക് ഡിപ്ലീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. സോ നമ്മുടെ മോസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡിപ്ലീഷൻ കണ്ടീഷൻ പഠിച്ചതാണ്. വെൻ എം ഒ ആൻഡ് എസ്, സോ വെൻ ഗേറ്റ് ഈസ് സ്മോൾ പോസിറ്റീവ് വോൾട്ടേജ്, സെമി കണ്ടക്ടറിൻ്റെ സർഫസിലുണ്ടാവുന്നത് നെഗറ്റീവ് ചാർജസ് ആയിരിക്കും. നമ്മുടെ കപ്പാസിറ്റർ ആക്ഷൻ വെച്ചിട്ട് തന്നെ നോക്കിയാൽ മതി. ഇവിടെ ഉണ്ടാവുന്ന ചാർജസ് നെഗറ്റീവ് ചാർജസ് ആയിരിക്കും. അപ്പം സ്ലോലി പോസിറ്റീവ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ പിക്കകത്തുള്ള ഹോൾസിനെ റിപ്പൽ ചെയ്ത് മാറ്റുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ അയോൺസ് ഉണ്ടാവും. അക്സെപ്റ്റർ അയോൺസിൻ്റെ, പി സെമി കണ്ടക്ടറാണ്, അക്സെപ്റ്റർ അയോൺസിൻ്റെ ഒരു റീജിയൻ അവിടെ ഉണ്ടാവും. സോ ദിസ് റീജിയൻ, സോ മാർക്ക് ചെയ്യുവാണ്. സോ സെമി കണ്ടക്ടറിൽ കുറച്ച് ഏരിയ അല്ലെങ്കിൽ കുറച്ച് റീജിയൻ നമ്മൾ ഡിപ്ലീറ്റഡ് ആയിട്ട് പോകും. സോ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ. സോ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഒരു മാക്സിമം വാല്യൂ വരെയാണ് പോകുന്നത്. സോ അതിനുശേഷം അവിടെ ത്രെഷോൾഡ് സംഭവിക്കും, അല്ലെങ്കിൽ ഇൻവേർഷൻസ് തുടങ്ങും. സോ ആൻഡ് ദിസ് വോൾട്ടേജ് ഈസ് നോൺ ആസ്, ദിസ് വിഡ്ത്ത് ഈസ് നോൺ ആസ് W max, മാക്സിമം വിഡ്ത്ത്. ഡിപ്ലീഷൻ റീജിയൻ്റെ മാക്സിമം വിഡ്ത്ത് ഇത്രയാണ്. ഇതിന് ശേഷം നമ്മൾ ഇൻവേർഷനിലേക്കാണ് പോകുന്നത്. സോ വിഡ്ത്ത് മാക്സിമം ഇത്രയേ പറ്റൂ. നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുത്തു, ഡിപ്ലീഷൻ റീജിയനെ ഫോം ചെയ്യാൻ പറ്റുന്ന മാക്സിമം വിഡ്ത്ത് അത് അറ്റൈൻ ചെയ്തു. സോ ദിസ് ഇസ് ദ മാക്സിമം വിഡ്ത്ത്. അപ്പം ഇവിടെ നമ്മളിവിടുത്തെ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുവാണെങ്കിൽ സി എസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടറിലുള്ള ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഞാൻ മെഷർ ചെയ്യുവാണെങ്കിൽ സോ ഇവിടുത്തെ ഡിപ്ലീഷൻ സെമി കണ്ടക്ടറിലെ കപ്പാസിറ്റൻസ്, അതല്ലെങ്കിൽ ഞാൻ ആ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് സി എസ് ഇസ് ഈക്വൽ ടു സി ഡി, വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എപ്സിലോൺ എ ബൈ ഡി. എപ്സിലോൺ എ ബൈ ഡി എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ, അല്ലെങ്കിൽ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 ആയിട്ട് നമുക്ക് എപ്സിലോൺ ഓഫ് സിലിക്കൺ ബൈ W എന്നെഴുതാം.
എപ്സിലോൺ എ ബൈ ഡി. ഡബ്ല്യു എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ആണ്. അപ്പോൾ എനിക്ക് ഡിപ്ലീഷൻ റീജിയൻ്റെ കപ്പാസിറ്റൻസ് ഇങ്ങനെ നമുക്ക് എഴുതാം. എപ്സിലോൺ നമ്മൾ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഇപ്പോൾ ഒരു ഡയോഡിൻ്റെ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഫോർമുല എപ്സിലോൺ എ ബൈ ഡി ആണ്. സോ ഡി മീൻസ് ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ. സോ ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ കപ്പാസിറ്റൻസ് എപ്സിലോൺ എസ് ബൈ ഡബ്ല്യു എന്ന് എഴുതാം. ഇനി നമുക്കറിയാം വി ജി കൂടുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുവാണ്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുന്നു. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി ഡി വാല്യൂ കുറയുവാണ്, അല്ലെങ്കിൽ എന്താണ് സി എസ് എന്ന് പറയുന്ന വാല്യൂ കുറയുവാണ്. സോ ദിസ് ഈസ് സി ഡി വാല്യൂ ഈസ് ഡിക്രീസിങ്. സോ വിഡ്ത്ത് മാക്സിമം ആവുന്ന സമയത്ത് നമ്മൾ വി ജി ഇൻക്രീസ് ചെയ്തു, വിഡ്ത്ത് മാക്സിമം ആവുന്ന സമയത്ത് നമ്മുടെ സി ഡി എന്താവും, മിനിമം ആവും. സോ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മുടെ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് വാല്യൂ മിനിമം കണ്ടീഷനിലേക്ക് പോകുന്നത് വിഡ്ത്ത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുമ്പോഴാണ്. സോ നമ്മുടെ ഫോർമുല വെച്ചിട്ട് 1/C ഈസ് ഈക്വൽ ടു 1/C ഓക്സൈഡ് പ്ലസ് 1/CS. ഞാൻ ഇവിടെ സി എസിന് പകരം സി ഡി എന്ന് കൊടുക്കുവാണ്, കാരണം നമ്മൾ ഡിപ്ലീഷൻ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനകത്തുനിന്ന് സി നമുക്ക് കണ്ടുപിടിക്കാം. സി എന്ന് പറയുന്നത് സി ഓക്സൈഡ് ഇൻറ്റു സി ഡി ബൈ സി ഓക്സൈഡ് പ്ലസ് സി ഡി ആണ്. അപ്പം ആസ് വി ജി ഇൻക്രീസിങ്, വി ജി പോസിറ്റീവ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വിഡ്ത്ത് കൂടുന്നു, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുന്നു. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എവിടം വരെ കൂടാം, അതിൻ്റെ മാക്സിമം വിഡ്ത്ത് വരെ കൂടാം. ദെൻ വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ സി ഡി എന്ന് പറയുന്ന വിഡ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ സി ഡി കുറയുകയാണ്. സോ വിഡ്ത്ത് മാക്സിമം ആവുന്ന കണ്ടീഷനിൽ ഈ സി ഡി മിനിമം ആവും. ദെൻ ദിസ് ഇസ് ഓൾസോ മിനിമം. സോ നമുക്ക് ഈ വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് ടോട്ടൽ കപ്പാസിറ്റൻസും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. സോ സി ഡി മിനിമം മീൻസ് ദ കപ്പാസിറ്റൻസ്, നെറ്റ് കപ്പാസിറ്റൻസ് വിൽ ഓൾസോ ബിക്കം മിനിമം. അപ്പോൾ നമുക്ക് ഡിപ്ലീഷൻ സമയത്ത് നമ്മൾ വി ജി കൂടുന്നതനുസരിച്ച് നമ്മുടെ വാല്യൂ സി ഓക്സൈഡിൽ നിന്നും എന്ത് ചെയ്യുവാണ്, ഡിക്രീസ് ചെയ്യുകയാണ്. സോ ഡിക്രീസ് ചെയ്യുന്നു, അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കുറയുന്നു. ഒരു പർട്ടിക്കുലർ വാല്യൂ ഈ പോയിന്റ് എത്തുമ്പോൾ ഈ ഒരു പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു, വിഡ്ത്ത് മാക്സിമം ആവുന്നു. ഈ പോയിന്റിലാണ് വിഡ്ത്ത് മാക്സിമം ആവുന്നത്. ഈ പോയിന്റിൽ വിഡ്ത്ത് മാക്സിമം ആവുന്നു. വിഡ്ത്ത് മാക്സിമം ആവുമ്പോൾ സി അതിൻ്റെ മിനിമം വാല്യൂയിലേക്ക് പോകുന്നു. സോ വിഡ്ത്ത് മാക്സിമം മീൻസ് സി ഡി മിനിമം, സി ഡി മിനിമം മീൻസ് സി മിനിമം. സോ നമ്മുടെ കപ്പാസിറ്റൻസ് സി ഓക്സൈഡിൽ നിന്നും കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ സി മിനിമം വാല്യൂയിലേക്ക് പോകും. സോ ദിസ് വാല്യൂ ഈസ്, സോ ദിസ് ഇസ് സി മിനിമം. സി മിനിമം ഈസ് ഈക്വൽ ടു സി ഓക്സൈഡ് ഇൻറ്റു സി ഡി മിനിമം ബൈ സി ഓക്സൈഡ് പ്ലസ് സി ഡി മിനിമം. ആ വാല്യൂ നമുക്കറിയാം. സോ ഈ പോയിന്റിലാണ് നമ്മുടെ വിഡ്ത്ത് മാക്സിമം ആവുന്നത്. ദെൻ വിഡ്ത്ത് മാക്സിമം ആയി കഴിഞ്ഞാൽ ദെൻ നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുവാണ്. ദാറ്റ് കേസ് ഈസ് നോൺ ആസ് ഇൻവേർഷൻ. സോ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ എന്താണ്, ഒരു ഡിപ്ലീറ്റഡ് സെമി കണ്ടക്ടറാണ്. സോ ആ ഡിപ്ലീറ്റഡ് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ വീണ്ടും ഗേറ്റ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സെമി കണ്ടക്ടറിൽ ഒരു എൻ ചാനൽ ഫോം ചെയ്യും. ദാറ്റ് ഈസ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. സോ ഇത് വിഡ്ത്ത് മാക്സിമം ആണ്. സോ ഡബ്ല്യു മാക്സ്. സോ ദിസ് ഈസ് ഫുള്ളി ഡിപ്ലീറ്റഡ്. വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വി ജി ഇൻക്രീസിങ് മീൻസ് എന്താണ്, ഇവിടെ ഇലക്ട്രോൺസ് അക്യൂമുലേറ്റ് ചെയ്ത് തുടങ്ങും. ഇലക്ട്രോൺസിൻ്റെ ഒരു ചാനൽ ഇവിടെ ഫോം ചെയ്ത് തുടങ്ങും. സോ ആ ഡബ്ല്യു മാക്സ് ആവുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മുടെ ത്രഷോൾഡ് കണ്ടീഷൻ എന്ന് പറയാം നമുക്ക്. ഡബ്ല്യു മാക്സിമം ആവുന്ന ഈ കണ്ടീഷൻ ഉള്ള ഗേറ്റ് വോൾട്ടേജിനെയാണ് നമ്മൾ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റിലാണ് ഇൻവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇൻവേർഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് അക്യൂമുലേറ്റ് ചെയ്ത് തുടങ്ങും. സെമി കണ്ടക്ടറിൻ്റെ, ഇതാണ് സെമി കണ്ടക്ടർ, ഇത് മെറ്റൽ, ഇത് ഓക്സൈഡ്. സെമി കണ്ടക്ടറിൻ്റെ സർഫസിൽ ചാനൽ ഫോം ചെയ്ത് തുടങ്ങും. ഇലക്ട്രോൺസ്, ചാർജ് ക്യാരിയേഴ്സ് ഫോം ചെയ്ത് തുടങ്ങും. ചാർജ് ക്യാരിയേഴ്സ് ഫോം ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QS ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഹോൾ അക്യൂമുലേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ഇലക്ട്രോൺസ് വന്ന് ഒരു ചാനൽ ഫോം ചെയ്യുന്നു, വിച്ച് മീൻസ് QS കൂടുന്നു. QS കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ പറഞ്ഞതുപോലെ ടോട്ടൽ കപ്പാസിറ്റൻസ്, സെമി കണ്ടക്ടർ കപ്പാസിറ്റൻസ് കൂടുകയാണ്. സെമി കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് QC പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് CS കൂടുന്നു. CS കൂടുന്നതനുസരിച്ച് നമ്മുടെ 1/C is equal to 1/C oxide plus 1/CS. CS increasing means this value can be neglected.
സോ അഗെയിൻ സി ഈസ് ഈക്വൽ ടു സി ഓക്സൈഡ്. നമ്മുടെ ഫസ്റ്റ് കേസ് പോലെ നമുക്ക് ഇൻവേർഷൻ സമയത്ത് നമുക്ക് കിട്ടും. അവിടെ ഹോൾ അക്യൂമുലേഷൻ ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസിനെ നമ്മൾ സെമി കണ്ടക്ടർ സർഫസിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചാനൽ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ടീഷനിലും സി എന്തിന് ഈക്വലൻ്റ് ആണ്? സി ഓക്സൈഡിന് ഈക്വലൻ്റ് ആണ്. ഇപ്പം നമ്മൾ സി മിനിമത്തിൽ നിൽക്കുവാണ്. സി മിനിമത്തിൽ നമ്മുടെ വിഡ്ത്ത് മാക്സിമം വാല്യൂ എത്തി. ആ വിഡ്ത്ത് മാക്സിമം ആവുന്ന ആ പോയിന്റിലാണ് ത്രഷോൾഡ് നടക്കുന്നത്. ത്രഷോൾഡ് മീൻസ് ചാനൽ ഫോം ചെയ്ത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇൻവേർഷൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം ഇതിന് ശേഷം അത് സി ഓക്സൈഡ് വാല്യൂ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. കാരണം ദിസ് ഈസ് accumulation and this region is depletion and this is inversion. ഇവിടെ സി എന്തിന് ഈക്വൽ ആണ്? സി ഓക്സൈഡിന് ഈക്വൽ ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. QS കൂടുന്നതനുസരിച്ച് CS, ഇവിടെ ഇലക്ട്രോൺസ് അക്യൂമുലേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഹോൾസ് അക്യൂമുലേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ചാനൽ ഫോം ചെയ്യുകയാണ്. സോ അവിടുത്തെയും കപ്പാസിറ്റൻസ് സി എന്തിന് ഈക്വലൻ്റ് ആണ്? ഇവിടെ സി ഓക്സൈഡിന് ഈക്വലൻ്റ് ആണ്, ഇവിടെ സി ഓക്സൈഡിന് ഈക്വലൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെയും ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് നമുക്ക് CV ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കണം. ഇതാണ് ത്രഷോൾഡ്, അല്ലെങ്കിൽ ഇൻവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടാണ്. സോ അറ്റ് ദിസ് പോയിന്റ് നമ്മുടെ ഡിപ്ലീഷൻ്റെ ആ ഒരു മിനിമം കണ്ടീഷൻ, കപ്പാസിറ്റൻസിൻ്റെ മിനിമം കണ്ടീഷൻ ഇതാണ് സി മിനിമം. സി മിനിമത്തിൻ്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് സി ഓക്സൈഡ് ഇൻറ്റു CD മിനിമം ബൈ സി ഓക്സൈഡ് പ്ലസ് CD മിനിമം. സോ വിഡ്ത്ത് മാക്സിമം ആകുമ്പോൾ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് മിനിമം ആവും, ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് മിനിമം ആയാൽ ടോട്ടൽ കപ്പാസിറ്റൻസ് മിനിമം ആവും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ CVG ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നത്. ആ മൂന്ന് റീജിയൻ, അക്യൂമുലേഷനും ഡിപ്ലീഷനും ഇൻവേർഷനും വെച്ചിട്ട് നമ്മൾ ഗേറ്റ് വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ച് ഗേറ്റ് വോൾട്ടേജിൻ്റെ 3 കേസ്, നെഗറ്റീവ്, അപ്രോച്ചിങ് 0, ദാറ്റ് ഈസ് സ്മോൾ പോസിറ്റീവ് വാല്യൂ, ദെൻ ഇൻവേർഷൻ കേസ്, ലാർജ് പോസിറ്റീവ് വാല്യൂസ്. സോ ഇതിനകത്ത് ത്രഷോൾഡ് വോൾട്ടേജ് മാർക്ക് ചെയ്തിരിക്കണം. ഈ 3 മോഡ് ഓഫ് ഓപ്പറേഷൻ, അക്യൂമുലേഷൻ, ഡിപ്ലീഷൻ ആൻഡ് ഇൻവേർഷൻ. സോ ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ് ഗേറ്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് എനർജി ബാൻഡ് ഡയഗ്രംസ് ഓഫ് ഐഡിയൽ മോസ് കപ്പാസിറ്റർ. അതിൻ്റെ 4 കേസസ് പഠിച്ചു. അക്യൂമുലേഷൻ, ഇക്വിലിബ്രിയം, അക്യൂമുലേഷൻ, ഡിപ്ലീഷൻ ആൻഡ് ഇൻവേർഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ഫോർ സ്ട്രോങ് ഇൻവേർഷൻ പഠിച്ചു. 5s = 2πf. ദെൻ നമ്മൾ കപ്പാസിറ്റൻസ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഐഡിയൽ മോസ് കപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോസ്ഫെറ്റ്സ്. നമ്മളിപ്പം പഠിച്ചത് വെച്ചിട്ട്, അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എന്ന് പറഞ്ഞ് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് ഡ്രെയിൻ കറണ്ട്, മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. സോ താങ്ക് യു.